നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. കിഴക്കൻ മേഖലയിൽ വിപുലമായ ഗാന്ധി ജയന്തി ദിനാഘോഷം. സ്കൂളുകളും സംഘടനകളും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പേപ്പർ മിൽ വിഷയത്തിൽ വ്യക്തത വരുത്തുന്നതിനും സമയബന്ധിതമായി മില്ല് തുറക്കുന്നതിനുമായി മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് RSP പ്രവർത്തക കൺവെൻഷൻ. സംശയത്തിന്റെ കരിനിഴൽ വീണ സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്ന് MP NK പ്രേമചന്ദ്രൻ. രേഖാമൂലമുള്ള ഉറപ്പില്ലെങ്കിലും വികസനത്തിന് തീർത്തും അനിവാര്യമായ വീടുകളും കടകളും മാത്രമേ ഒഴിപ്പിക്കൂ എന്ന് റെയിൽവേ സമ്മതിച്ചിട്ടുണ്ടെന്ന് MP NK പ്രേമചന്ദ്രൻ. ഈ മാസം 10 റെയിൽവേ സംഘവും MPയും ചേർന്ന് പുനലൂർ മുതൽ ചെങ്കോട്ട വരെയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കും. പരാതികളുള്ളവർക്ക് നേരിട്ട് നൽകാം. പുനലൂർ പേപ്പർ മിൽ വിഷയത്തിൽ വ്യക്തത വരുത്തുന്നതിനും സമയബന്ധിതമായി മില്ല് തുറക്കുന്നതിനുമായി മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് RSP പ്രവർത്തക കൺവെൻഷൻ. സംശയത്തിന്റെ കരിനിഴൽ വീണ സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MP NK പ്രേമചന്ദ്രൻ പറഞ്ഞു. മാനേജ്മെന്റിനോടും ബന്ധപ്പെട്ട മറ്റുള്ളവരോടും ഒക്കെ എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ക്രിയാത്മകമായിട്ടുള്ള സമീപനം ഈ കാര്യത്തിൽ തീരുമാനിക്കാൻ കഴിയണം, ഇടപെടാൻ കഴിയണം. എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം, RSPക്ക് മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം, പുനലൂർ പേപ്പർ മിൽ സമയബന്ധിതമായി തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെന്റ് വ്യവസായ വകുപ്പ് മന്ത്രിതലത്തിൽ തന്നെ ഒരു സർവകക്ഷി യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണം എന്ന ആവശ്യമാണ് ഈ അവസരത്തിൽ RSP മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് മാനേജ്മെന്റിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ജനപ്രതിനിധികളായ ഞങ്ങൾക്ക്, തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾക്കുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ, മാനേജ്മെന്റിന്റെ ഭാഗം വിശദീകരിക്കാൻ, മില്ലിന്റെ വസ്തുവകകൾ വിറ്റുപോകില്ല എന്ന് ഉറപ്പ് നൽകാൻ, അവിടെ താമസിക്കുന്ന ജനങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടില്ല എന്ന് ഉറപ്പ് ലഭിക്കാൻ ഉതകുന്ന തലത്തിലുള്ള ഒരു ഉന്നതതല കോൺഫറൻസ് വിളിച്ചു ചേർക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഇപ്പോൾ നടക്കുന്നത് നിർഭാഗ്യകരമായ സംഭവങ്ങളാണ്. ഭൂമി വിൽപ്പനയ്ക്കുള്ള നീക്കത്തിനെതിരെ ആദ്യമായി പ്രതികരിച്ചത് താനാണ്. പേപ്പർ മിൽ തുറക്കണം. ഭൂമി വിൽപ്പനയെ സർവ്വശക്തിയും ഉപയോഗിച്ച് എതിർക്കും. നിലവിലുള്ള സാഹചര്യം മിൽ തുറക്കാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടുപോകരുത്. മാനേജ്മെന്റ് നിർഭാഗ്യകരമായ പ്രസ്താവനകളാണ് ഇറക്കുന്നത്. സുതാര്യമായ നടപടികളിലൂടെ മില്ല് തുറക്കാൻ നടപടിയെടുക്കുകയാണ് എല്ലാവരും ചേർന്ന് ചെയ്യേണ്ടതെന്നും MP ചൂണ്ടിക്കാട്ടി. സമയബന്ധിതമായി പുനലൂർ പേപ്പർ മിൽ തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്ന് മാനേജ്മെന്റ് ഗവൺമെന്റ് ഉറപ്പു നൽകി. സർവ്വവക്താശയും പിന്തുണയും ഗവൺമെന്റ് ചെയ്തു കൊടുത്തു. എന്നാൽ അതിനുശേഷം പത്രത്തിൽ വന്ന പുനലൂർ പേപ്പർ മില്ലിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിന്റെ നോട്ടീസ് പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോ 25 കോടിയിലധികം രൂപയുടെ കുറയാത്ത രൂപയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി വിൽക്കാനോ പാട്ടം കൊടുക്കാനോ വേണ്ടിയിട്ടുള്ള അജണ്ടയ്ക്ക് അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ടീസാണ് പ്രസിദ്ധീകരിച്ചത്. ആ ഭൂമി വിൽക്കാനുള്ള നീക്കം അന്ന് ആദ്യമായി ഈ കാര്യത്തിൽ പ്രസ്താവന ഇറക്കിയത് പ്രതികരിച്ചത് ഞാനാണ്. അത് ഞങ്ങൾ പാർട്ടി തലത്തിൽ ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ നിലപാട്, RSPയുടെ നിലപാട്, പുനലൂർ പേപ്പർ മിൽ എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിപ്പിക്കണം. അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സമ്പൂർണമായിട്ടുള്ള പിന്തുണയുണ്ടാകും. പക്ഷേ അത് റിയൽ എസ്റ്റേറ്റ് താല്പര്യത്തിന് വേണ്ടിയാകരുത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ വിൽപ്പനയെ സർവ്വശക്തിയും ഉപയോഗിച്ച് എതിർക്കും. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിനെ മുതലെടുത്തുകൊണ്ട് ഇന്ന് വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അതെങ്ങനെ എത്രമാത്രം പുനലൂർ പേപ്പർ മിൽ തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള പ്രവർത്തനത്തിന് ഗുണകരമാണ് എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മില്ല് തുറന്ന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരുടെയും പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ കഴിയൂ, സഹായം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. എന്തായാലും സംശയത്തിന്റെ കരിനിഴൽ വീണിരിക്കുന്നു. അങ്ങനെ വന്നാൽ പിന്നീട് പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ്താവനയും ഞാൻ വായിച്ചു. ഞാൻ ഒറ്റ കാര്യം മാത്രമല്ല, ആ പ്രസ്താവനയിലെ പല പരാമർശങ്ങളും നിർഭാഗ്യകരമായിട്ടുള്ള പരാമർശങ്ങളാണ്, ഒഴിവാക്കാൻ കഴിയുമായിരുന്ന പരാമർശങ്ങളാണ്. നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം മില്ല് തുറന്ന് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. മില്ല് തുറന്ന് പ്രവർത്തിപ്പിക്കണമെങ്കിൽ എല്ലാവരെയും വിശ്വാസത്തിൽ എടുക്കണം, സുതാര്യമായി കാര്യങ്ങൾ നീങ്ങണം. അതിന് പകരമായി തർക്ക വിതർക്കങ്ങളിലേക്ക് പോയാൽ ഈ പ്രോജക്ട് അല്ലെങ്കിൽ ഇത് സ്ഥിതി
പ്രതികൂലമായി മാറുകയും. ആർ ഷറഫുദ്ദീൻ അധ്യക്ഷനായി. RSP കൊല്ലം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിലിപ്പ് കെ തോമസ്, മണ്ഡലം സെക്രട്ടറി M നാസർ ഖാൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രൊഫസർ D ശശിധരൻ, UTUC താലൂക്ക് സെക്രട്ടറി B വർഗീസ്, PR സുനിൽ ബാബു, രാജൻ പിള്ള, സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കിഴക്കൻ മേഖലയിൽ വിപുലമായ ഗാന്ധി ജയന്തി ദിനാഘോഷം. സ്കൂളുകളും സംഘടനകളും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. റിപ്പോർട്ട്. ലഹരി വിമുക്ത സന്ദേശയാത്രയും ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനവുമായിരുന്നു പുനലൂർ ജനമൈത്രി പോലീസിന്റെ പ്രധാന പരിപാടി. രാവിലെ 8 മണിക്ക് പുനലൂർ തൂക്കുപാലത്തിന് മുന്നിൽ നിന്ന് തുടങ്ങിയ ലഹരി വിമുക്ത സന്ദേശയാത്ര നഗരം ചുറ്റി 9 മണിയോടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് സ്റ്റേഷൻ പരിസരത്ത് പുതുതായി സ്ഥാപിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം റൂറൽ ജില്ലാ പോലീസ് മേധാവി S സുരേന്ദ്രൻ നിർവഹിച്ചു. അവിടെ ശാന്തിദീപമായി അണയാത്ത വിളക്കായി നമ്മുടെ മുന്നിൽ, നമ്മുടെ മനസ്സിൽ കൊളുത്തേണ്ട ഒരു ദീപം. അതെ, അവിടെ ഇന്ന് നമ്മളൊരു അനാച്ഛാദനം ചെയ്യുന്നത് ഗാന്ധി പ്രതിമ ഒരു പ്രതിമയായിട്ടില്ല. അത് നമ്മുടെയൊക്കെ മനസ്സിൽ അതിന് ആ സത്യത്തിന്റെ, അഹിംസയുടെ, ധർമ്മത്തിന്റെ പ്രതീകമായി ഒരു ജ്വാലയായി അവിടെ പ്രതിഷ്ഠിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ജനമൈത്രി പോലീസ് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ആണ് എന്ന് എനിക്ക് പറയുന്നതിൽ അഭിമാനമുണ്ട്. പുനലൂർ നഗരസഭാധ്യക്ഷ രാധാമണി വിജയാനന്ദ ചടങ്ങിൽ അധ്യക്ഷയായി. ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നതിന് ധനസഹായം നൽകിയ RV അശോകനെ കൊല്ലം റൂറൽ ജില്ലാ പോലീസ് അഡ്മിനിസ്ട്രേഷൻ DYSP KL ജോൺകുട്ടിയും പ്രതിമ നിർമ്മിച്ച പത്തനംതിട്ട KAP ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസർ ബിജുവിനെ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ഡോക്ടർ J ഹിമേന്ദ്രനാഥ് IPSും പൊന്നാട അണിയിച്ച് ആദരിച്ചു. പിറവന്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K ജോസ്, വിളക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ്, പുനലൂർ CI അരുൺ KS, നഗരസഭാ മുൻ ഉപാധ്യക്ഷൻ VP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ ഗാന്ധി ജയന്തി ദിനത്തിൽ പുനലൂർ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച യാത്ര തൂക്കുപാലത്തിന് സമീപം സമാപിച്ചു. ഇവിടെ ഗാന്ധി പ്രതിമയിൽ മാലയിട്ട് പുഷ്പാർച്ചന നടത്തി KPCC നിർവാഹക സമിതി അംഗം പുനലൂർ മധു യോഗം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്വങ്ങളുടെ മാറി നിൽക്കാതെ ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഭാരതാംബയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഉദ്ദേശലക്ഷ്യങ്ങൾ ഗാന്ധിജി പറഞ്ഞ വിഭാവനം ചെയ്ത ഇന്ത്യയെ പ്രാബല്യത്തിൽ വരുത്താനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ പങ്ക്, അത് ചെറുതാണെങ്കിലും വളരെ ചെറുതാണെങ്കിലും ആ പങ്ക് നിർവഹിക്കുവാനും ആ ചിന്തയിലേക്കും പ്രവൃത്തിയിലേക്കും കൊണ്ടുപോകുവാനുള്ള പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. മണ്ഡലം പ്രസിഡന്റ് A ബഷീർ അധ്യക്ഷനായി. KPCC നിർവാഹക സമിതി അംഗം S താജുദ്ദീൻ, കരിക്കത്തിൽ പ്രസേനൻ, സഞ്ജു ബുഖാരി, KM യോഹന്നാൻ, അടൂർ ജയപ്രസാദ്, അജീഷ്, AR ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുനലൂർ താലൂക്ക് ഹോമിയോ ആശുപത്രിയിലെ രോഗികൾക്ക് കൊതുകുവലകളും ബെഡ്ഷീറ്റുകളും വിതരണം ചെയ്തു. നഗരസഭാധ്യക്ഷ രാധാമണി വിജയാനന്ദ ഇവ കൈമാറി. രോഗികൾക്ക് സമ്മാനിച്ച ബെഡ്ഷീറ്റുകളും കൊതുകുവലകളും സെന്റ് തോമസ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇവർക്ക് കിടക്കകളിൽ സജ്ജീകരിച്ചു നൽകി. റെഡ് ക്രോസ് സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ KT തോമസ്, വൈസ് ചെയർമാൻ ഷാജി പാലത്തറ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. കഴിഞ്ഞ വർഷവും നമ്മൾ ശുചീകരണ പ്രവർത്തനം ഇവിടെ ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ കുറെ പാമ്പിടിച്ച കുറെ രോഗികൾക്ക് ബെഡ്ഷീറ്റുകളും കൊതുകുവലയും ഇപ്പം സംഭാവന ചെയ്യുകയാണ്. ചിതറ കല്ലുവെട്ടാങ്കുഴിയിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സേവന ദിനം ആഘോഷിച്ചു. പ്രദേശത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. ജംഗ്ഷനോട് ചേർന്ന് റോഡിന് ഇരുവശവും കയറിയ കാടുകൾ ഇവർ വെട്ടി വൃത്തിയാക്കി. ചില സ്ഥലങ്ങൾ യന്ത്രസഹായത്തോടെ പൂർണ്ണമായും വൃത്തിയാക്കി. ഓടകളിലും പുരയിടങ്ങളിലും കുന്നുകൂടി കിടന്നിരുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് നശിപ്പിച്ചു. രാവിലെ ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഉച്ചയോടെ അവസാനിച്ചു. ഫൈസൽ, റിയാസ്, സജീവ്, അൻസർ, മൻസൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോസ്, പുനലൂർ, കടക്കൽ. ഗാന്ധി ജയന്തി ദിനത്തിൽ തലവൂർ പഞ്ചായത്തിൽ ജനസേവന കേന്ദ്രത്തിന് തുടക്കം. മഞ്ഞക്കാല വാർഡിലാണ് പുതിയ കേന്ദ്രം തുറന്നത്. ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ രാജീവ് നിർവഹിച്ചു. സർക്കാർ സംവിധാനത്തിലുള്ള ഇത്തരം കേന്ദ്രങ്ങളുടെ സേവനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ടെന്ന് ശ്രീലേഖ രാജീവ് പറഞ്ഞു. ഗവൺമെന്റിന്റെ നിർദ്ദേശം പോലെ വാർഡ് തലങ്ങളിൽ എല്ലാ വാർഡിലും ഇനി വരും 20 വാർഡുകളിലും ഓരോ ഗ്രാമ കേന്ദ്രം നമുക്ക് ചെയ്യുന്നുണ്ട്. അത് പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ, കൂടുതൽ സേവനങ്ങൾ കിട്ടണം എന്നുള്ള ഒരു താല്പര്യപ്രകാരമാണ് അത്തരം കാര്യങ്ങൾ ചെയ്യപ്പെടുന്നത്. വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് TM ബിജു അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം വിജയമ്മ, സാമൂഹ്യ പ്രവർത്തകരായ വേണുപിള്ള, തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു. CDS ADS അംഗങ്ങൾ ഉൾപ്പെടെ പ്രദേശത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
ഗാന്ധി ജയന്തി ദിനത്തിൽ വൃക്ഷത്തൈകൾ നട്ടും റാലി നടത്തിയും പത്തനാപുരം UIT വിദ്യാർത്ഥികൾ NSSന്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷങ്ങൾ. 75-ൽ പരം NSS വോളണ്ടിയർമാർ പങ്കെടുത്ത റാലി UIT സെന്ററിൽ നിന്ന് ആരംഭിച്ചു. ടൌൺ ചുറ്റി കല്ലുംകടവ് വഴി തിരികെ UIT സെന്ററിൽ സമാപിച്ചു. റാലിക്കും ശ്രമദാനത്തിനും വൃക്ഷത്തൈ നടീലിനും പ്രിൻസിപ്പൽ പ്രൊഫസർ സുധാകരൻ പിള്ള, പ്രോഗ്രാം ഓഫീസർ U ഫെബിൻ, സേതു സോമൻ, റോസ്മി രാജൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. രേഖാമൂലമുള്ള ഉറപ്പില്ലെങ്കിലും വികസനത്തിന് തീർത്തും അനിവാര്യമായ വീടുകളും കടകളും മാത്രമേ ഒഴിപ്പിക്കൂ എന്ന് റെയിൽവേ സമ്മതിച്ചിട്ടുണ്ടെന്ന് MP NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ഈ മാസം 10-ന് റെയിൽവേ സംഘവും MPയും ചേർന്ന് പുനലൂർ മുതൽ ചെങ്കോട്ട വരെയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പരാതികളുള്ളവർക്ക് അന്ന് നേരിട്ട് നൽകാമെന്നും MP പറഞ്ഞു. 300 ചില്ലുവാനം പാവപ്പെട്ടവർക്കാണ് ഒഴിപ്പിക്കൽ നോട്ടീസ് കിട്ടിയത്. നമ്മളത് തടഞ്ഞു, സ്റ്റേ ചെയ്ത് നിർത്തി, അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തി. റെയിൽവേ ഗേജ് കൺവേർഷന് അനിവാര്യമായി വരുന്ന വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ആവശ്യം വരുന്ന വീടുകളും കടകളും അല്ലാതെ ഒരൊഴിപ്പിക്കൽ നോട്ടീസുകളും കയ്യേറി എന്നതിന്റെ പേരിൽ ഒഴിപ്പിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. അന്യായമായി കയ്യേറിയിട്ടുള്ള സ്ഥലം ഒഴിപ്പിക്കില്ല എന്ന റെയിൽവേക്ക് ഉറപ്പ് രേഖാമൂലം തരാൻ കഴിയില്ലെങ്കിൽ പോലും ആ നടപടികൾ നിർത്തിവെക്കുന്ന കാര്യത്തിൽ പരസ്പരം ധാരണയായി 10-ാം തീയതി ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ റെയിൽവേ സംഘവും പാർലമെന്റ് അംഗമായിട്ടുള്ള ഞാനും നമ്മുടെ സംയുക്ത നേതൃത്വത്തിൽ ഒരു പരിശോധന പുനലൂരിൽ നിന്ന് ചെങ്കോട്ട വരെ സൈറ്റ് ഇൻസ്പെക്ഷൻ, ലോക്കൽ സൈറ്റ് ഇൻസ്പെക്ഷൻ, പ്രദേശവാസികളായിട്ടുള്ള ആരെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ, പരാതികളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ഞങ്ങളുടെ രണ്ടു കൂട്ടരുടെയും മുമ്പാകെ അവതരിപ്പിക്കാനുള്ള മറ്റൊരു അവസരം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്റ്റാർ ബ്രദേഴ്സ് എന്ന സാംസ്കാരിക സംഘടനയെ തകർക്കാൻ സാമൂഹ്യവിരുദ്ധർ ശ്രമിക്കുന്നുവെന്ന് ആക്ഷേപം. ഭാരവാഹികൾക്കു നേരെ കഴിഞ്ഞ ദിവസം സാമൂഹ്യവിരുദ്ധർ ആക്രമണം നടത്തിയിരുന്നു. പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളുമടക്കം 100-ലധികം അംഗങ്ങളുള്ള സംഘടനയുടെ പ്രവർത്തനങ്ങളെ സാമൂഹ്യ വിരുദ്ധർ തകർക്കാൻ ശ്രമിക്കുന്നതായി ഭാരവാഹികൾ ലൈവ് വാർത്തയോട് പറഞ്ഞു. കഴിഞ്ഞ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ വിരുദ്ധർ നടത്തിവരുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ കലാശിച്ചിരുന്നു. ക്ലബ്ബ് അഖില കേരള വടംവലി മത്സരത്തിനായി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വടം മുറിച്ചു മാറ്റിയതിനെ തുടർന്ന് പ്രതികരിച്ച സംഘാടകരെ സാമൂഹ്യ വിരുദ്ധർ മാരകായുധം ഉപയോഗിച്ച് അടിച്ചു വീഴ്ത്തുകയായിരുന്നു. അത്രേ ആ പ്രദേശത്തെ കുറെ സാമൂഹ്യ വിരുദ്ധർ നിരന്തരം ഓണാഘോഷ പരിപാടി വരുമ്പോൾ മദ്യം കഴിച്ച് അവിടെ വന്നൊരു വഴക്കുണ്ടാക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. എന്നാൽ ഈ സംഘടനയിൽ മാതാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സംഘടനയും ബാലസംഘം എന്നൊരു സംഘടനയും പുരുഷ സംഘടന സംഘടനയും രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത് ഏതാണ്ട് 100 പേരുള്ളൊരു സംഘടനയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ അമ്മമാരെല്ലാവരും കൂടെ ചേർത്ത് ഇവരെ വഴക്ക് പറഞ്ഞ് നിരന്തരം വിടുന്ന സ്ഥിതിയാണ്. ഇവർ മനഃപൂർവ്വം ഒരുപറ്റം ചെറുപ്പക്കാർ അഖില കേരള വടംവലിക്ക് വേണ്ടി ഞങ്ങൾ പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി 11 മണിക്ക് ആ ഭാഗത്തെ ജിഷ്ണു, അജിത്ത്, വിഷ്ണു, സന്തോഷ്, മോവിൻ, കൊടുമോൻ എന്നുള്ളവർ വന്ന് ഈ വടം മുറിക്കുകയും ഈ വടം അറിയാതെ പിറ്റേന്ന് രാത്രി 8:30 പരിശീലനം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സുഹൃത്ത് കൈയും കാലൊക്കെ പൊട്ടി ആശുപത്രി, തലയൊക്കെ ഇടിച്ച് പൊട്ടി ആശുപത്രിയായിരുന്നു. അതിന്റെ ഫലമായിട്ട് സ്റ്റാർ ബ്രദേഴ്സിന്റെ രക്ഷാധികാരിയും സ്റ്റാർ ബ്രദേഴ്സിന്റെ വൈസ് പ്രസിഡന്റുമായ അനിൽകുമാറും കൂടി ഇവരോട് എന്തുവാണ് നിങ്ങൾ ഈ കാണിക്കുന്ന ഒരു വടം വലിച്ചു പൊട്ടിക്കുന്ന ഇങ്ങനെ കണ്ടിക്കുന്നത് ശരിയാണോ ചോദിക്കുകയും അവരെ വഴക്ക് പറഞ്ഞു വിടുകയും ഇതിന്റെ പ്രതികാരദാഹമെന്ന നിലയിൽ അനുവിന്റെ രാത്രി 7 മണി ആയപ്പോഴത്തേക്ക് അവരെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി അവരമ്മയും ഈ അനു എന്ന് പറയുന്ന ഞങ്ങളുടെ വൈസ് പ്രസിഡന്റിനെ മർദ്ദിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇതിനെതിരെ സ്റ്റാർ ബ്രദേഴ്സിന്റെ രക്ഷാധികാരിയായ അനിൽകുമാർ കടയിലേക്ക് സാധനം വാങ്ങിക്കാൻ പോയ സമയത്ത് തടവിൽ നിർത്തുകയും ഈ അടിയുണ്ടാക്കിയെ പിടിച്ചു മാറ്റി വഴക്ക് പറയുകയും ചെയ്യുന്ന സമയത്ത് ഒരു മാരക ആയുധം കൊണ്ട് അജിത്തും ജിഷ്ണുവും കൂടി അടക്കമുള്ളവർ, സന്തോഷ് അടക്കമുള്ളവർ മാരക ആയുധം എടുത്ത് വണ്ടിയിൽ നിന്ന് ലിവർ വലിച്ചുകൂടി തലക്കടിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശിവഗംഗ എന്ന് പറയുന്ന KL 25B 2024 വണ്ടി നമ്പറിലാണ് ഇവർ മാരക ആയുധങ്ങളുമായിട്ടാണ് ആക്രമിക്കാൻ വന്നത്. ഇവർ നിരന്തരം നമ്മുടെ പ്രദേശത്ത് നിരന്തരം കഴിഞ്ഞിടയ്ക്ക് തന്നെ ഒരു പാവം പിടിച്ച് പെൺകുട്ടി മരിക്കാനുണ്ടായ സാഹചര്യം ഈ ചെറുപ്പക്കാർ പിള്ളേരെല്ലാവരും കൂടി ചേർന്ന് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ പറഞ്ഞാണ് കൊച്ചു മരിക്കാനുള്ള സാഹചര്യം. അതുപോലെ തന്നെ ബൈക്ക് മോഷണം, ബൈക്കിലെ പെട്രോൾ മോഷണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് സ്റ്റാർ ബ്രദേഴ്സ് പ്രദേശത്ത് പ്രകടനം സംഘടിപ്പിച്ചു. ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ തുരത്താൻ പോലീസ് മുൻകൈയെടുക്കണമെന്ന് ക്ലബ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തെന്മല. വെട്ടിക്കവല പഞ്ചായത്തിലെ 200 അംഗൻവാടിയുടെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് BJP രംഗത്ത്.
ഇരുന്നൂർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അംഗൻവാടിയുടെ ദുരവസ്ഥ പരിഹരിക്കൂ സർക്കാരേ, പരിഹരിക്കൂ സർക്കാരേ. വെട്ടിക്കവല പഞ്ചായത്തിലെ 20ാം വാർഡായ ഇരുന്നൂരിൽ ലക്ഷം വീട് കോളനി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അംഗൻവാടിയാണ് ദുരവസ്ഥ നേരിടുന്നത്. ചുറ്റുമതിലും മേൽക്കൂരയും ഭിത്തിയും എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. പഞ്ചായത്ത് അംഗം ആർ രതീഷിനും വെട്ടിക്കവല പഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറ അസീസിനും പലതവണ പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലത്രേ. അംഗൻവാടിയുടെ ദുരവസ്ഥയ്ക്ക് ഉടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ റോഡ് ഉപരോധവും പഞ്ചായത്ത് ഉപരോധവും സംഘടിപ്പിക്കുമെന്ന് BJP പത്തനാപുരം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇരുന്നൂർ രതീഷ് പറഞ്ഞു. ഈ അംഗൻവാടിയുടെ മേൽക്കൂര തകർന്നിട്ട് ഏകദേശം 1 വർഷമായി. ഇതിനകത്തിപ്പോൾ പട്ടിയും പൂച്ചയും ചത്തുകിടക്കുന്ന ദുരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥ കണ്ടിട്ടും യാതൊരുവിധമായിട്ടുള്ള നടപടിയും സ്വീകരിക്കാതെ ഇവിടുത്തെ ഈ വാർഡ് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനും ഈ പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസുകാരനും ഓടി ഒളിക്കുന്ന സമീപനവുമായിട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ലോക വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി പത്തനാപുരം ഗാന്ധിഭവനിൽ വൃദ്ധരാജാവിനെയും രാജ്ഞിയെയും തെരഞ്ഞെടുത്തു. ഗാന്ധിഭവൻ അങ്കണത്തിൽ ആഘോഷപൂർവ്വമാണ് ചടങ്ങ് നടന്നത്. 82 വയസ്സുകാരനായ MC വേണുഗോപാലാണ് ഗാന്ധിഭവനിലെ വൃദ്ധരാജാവ്. 80 വയസ്സുകാരി പങ്കജാക്ഷിയാണ് രാജ്ഞി. രാജാവിനെയും രാജ്ഞിയെയും ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജനും പത്നിയും ചേർന്ന് കിരീടവും ഷോളും അണിയിച്ചു. കിരീടധാരണ ചടങ്ങിൽ ഗാന്ധിഭവൻ കുടുംബാംഗങ്ങൾ ഏവരും ഒത്തുചേർന്നു. കണ്ണൂർ ജില്ലക്കാരനായ വേണുഗോപാൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ശുപാർശയിലും പങ്കജാക്ഷിയമ്മ ES ബിജിമോൾ MLAയുടെ ശുപാർശയിലുമാണ് ഗാന്ധിഭവനിലെത്തിയത്. വേണുഗോപാൽ 60 വർഷം ആന്ധ്രയിലായിരുന്നു. അവിവാഹിതനാണ്. വളർത്തുമകന്റെ കൂടെയായിരുന്നു താമസം. വളർത്തുമകന്റെ മരണത്തെ തുടർന്ന് കേരളത്തിൽ തിരിച്ചെത്തിയ വേണുഗോപാലിന് സ്വന്തം വീടോ ബന്ധുക്കളെയോ കണ്ടെത്താനായില്ല. തുടർന്നാണ് ഗാന്ധിഭവനിലെത്തിയത്. 4 മക്കളും ഭർത്താവും ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്ന് ഗാന്ധിഭവനിലെത്തിയതാണ് പങ്കജാക്ഷിയമ്മ. വൃദ്ധദിനാചരണ ചടങ്ങ് ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. ഉണ്ണിവൈദ്യർ പാലോട് മുഖ്യ അതിഥിയായി. അഡ്വക്കേറ്റ് N സോമരാജൻ, വിജയൻ അമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷത്തെ രാജാവും രാജ്ഞിയുമായ ചന്ദ്രശേഖര പിള്ളയെയും സരസ്വതി അമ്മയെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആര്യങ്കാവ് ദേശീയപാതയിലെ ഗതാഗതം തടയുമ്പോൾ പാതയുടെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം. ദേശീയപാതയിൽ പലയിടത്തും ടാർ ഇളകി റോഡ് തകർന്നിട്ടുണ്ട്. ഒക്ടോബർ 25ഓടെ ദേശീയപാത 744 അടയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ദേശീയപാതയിലൂടെ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. അന്തർ സംസ്ഥാന ചരക്കുനീക്കം നടക്കുന്ന ഏറെ പ്രധാനമായ ഈ ദേശീയപാതയെ അവഗണിക്കുകയാണ് അധികൃതർ എന്ന ആക്ഷേപമുണ്ട്. ആര്യങ്കാവ്, കഴുതുരുട്ടി, തെന്മല ഭാഗങ്ങളിൽ പലയിടത്തും റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. കഴുതുരുട്ടി ഇരട്ടപ്പാലത്തിൽ ടാർ ഇളകിമാറി രൂപപ്പെട്ട കുഴിയിൽപ്പെട്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടുണ്ട്. ഇതേ അവസ്ഥയാണ് ഇടുങ്ങിയ പാതയുള്ള MSL ഭാഗത്തും. ഈ ഭാഗത്ത് ടാറിംഗ് നടത്തിയാലും അധികം താമസിയാതെ ടാർ ഇളകുന്നതായി കണ്ടുവരുന്നു. അതിനാൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗതം തൽക്കാലത്തേക്ക് തടയുമ്പോൾ കുഴികൾ രൂപപ്പെട്ട ഭാഗത്ത് ശാസ്ത്രീയമായി ടാറിംഗ് നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആര്യങ്കാവ്, തെന്മല ഭാഗത്തെ റോഡ് ടാർ ഇളകിക്കടന്ന് ഉണ്ടാകുന്ന ഗർത്തങ്ങൾ പൂർണ്ണമായും ടാർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കി തീർക്കുവാൻ NH അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. നെടുമ്പാറ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ 3-4 തീയതികളിൽ നടക്കും. വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഓണസദ്യ, കലാകായിക പരിപാടികൾ, പൂർവ്വ തൊഴിലാളി കുടുംബസംഗമം, സാംസ്കാരിക സമ്മേളനം തുടങ്ങിയവ നടക്കും. സാംസ്കാരിക സമ്മേളനം കവി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. സിനിമാ സംവിധായകൻ MA നിഷാദ് മുഖ്യ അതിഥിയാവും. ഡോക്ടർ MM ബഷീർ മുഖ്യപ്രഭാഷണം നടത്തും. ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ കഴിഞ്ഞ 25 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ക്ലബ്ബാണ് NSS. ഒക്ടോബർ മാസം 3-ാം തീയതി ശ്രീമതി ശാന്തകുമാരി ടീച്ചറിന്റെ അധ്യക്ഷതയിൽ തെന്മല SI ശ്രീ PS രാജേഷ് സാർ ഉദ്ഘാടനം ചെയ്ത് കലാമത്സരങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒക്ടോബർ മാസം 4-ാം തീയതി 12 മണിക്ക് ഓണസദ്യയും 3 മണിയോടുകൂടി വർണ്ണാഭമായ ഘോഷയാത്രയും 4 മണിക്ക് സാംസ്കാരിക സമ്മേളനവും. ക്ലബ് പ്രസിഡന്റ് N സെൽവരാജ്, സെക്രട്ടറി ക്രിസ്റ്റഫർ ജോൺ, വൈസ് പ്രസിഡന്റ് പ്രിൻസ് ജോസഫ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പുനലൂർ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ജവഹർ ബാലകലാഭവന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ പൂജയെടുപ്പിനോടനുബന്ധിച്ച് ഒക്ടോബർ 3 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ പ്രൊഫസർ P കൃഷ്ണൻകുട്ടിയുടെ മേൽനോട്ടത്തിൽ വിദ്യാരംഭം നടത്തുന്നു. സംഗീതം, വയലിൻ, വീണ, മൃദംഗം, തബല, ഓർഗൻ, ഗിത്താർ, ഡാൻസ്, ഡ്രോയിംഗ്, ബാൻഡ്, സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങിയ ഇനങ്ങൾക്ക് പുതുതായി ക്ലാസുകളും ആരംഭിക്കുമെന്ന് പ്രിൻസിപ്പൽ SR ത്യാഗരാജൻ അറിയിച്ചു.
കിഴക്കൻ മേഖലയിൽ വിപുലമായ ഗാന്ധി ജയന്തി ദിനാഘോഷം. സ്കൂളുകളും സംഘടനകളും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പേപ്പർ മിൽ വിഷയത്തിൽ വ്യക്തത വരുത്തുന്നതിനും സമയബന്ധിതമായി മില്ല് തുറക്കുന്നതിനുമായി മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് RSP പ്രവർത്തക കൺവെൻഷൻ. സംശയത്തിന്റെ കരിനിഴൽ വീണ സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്ന് MP NK പ്രേമചന്ദ്രൻ. രേഖാമൂലമുള്ള ഉറപ്പില്ലെങ്കിലും വികസനത്തിന് തീർത്തും അനിവാര്യമായ വീടുകളും കടകളും മാത്രമേ ഒഴിപ്പിക്കൂ എന്ന് റെയിൽവേ സമ്മതിച്ചിട്ടുണ്ടെന്ന് MP NK പ്രേമചന്ദ്രൻ. ഈ മാസം 10 റെയിൽവേ സംഘവും MPയും ചേർന്ന് പുനലൂർ മുതൽ ചെങ്കോട്ട വരെയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കും. പരാതികളുള്ളവർക്ക് നേരിട്ട് നൽകാം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.